സ്നേഹമുള്ള എൻ്റെ സഹവൈദികരെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ജോഷിയച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, പൗരോഹിത്യത്തെ ഏറെ സ്നേഹിക്കുകയും ഒരു പുരോഹിതനാകാനുള്ള അദമ്യമായ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചൊരുങ്ങി പരിശീലനം സ്വീകരിക്കുകയും എന്നാൽ അതിനു മുൻപേ തമ്പുരാൻ്റെ പക്കലേക്ക് കടന്നു പോവുകയും ചെയ്ത അലോഷ്യസ് ലൂയിസ് ഗൊൺസാഗയുടെ തിരുനാളിന് കൊടികയറിയ സുന്ദരമായ ദിവസം. അലോഷ്യസ് ഗൊൺസാഗയുടെ നാമധേയത്തിലുള്ള നമ്മുടെ ഇടവക പള്ളിയിൽ പൗരോഹിത്യം സ്വീകരിച്ച വളരെയേറെ വൈദികരുടെ സാന്നിധ്യമുണ്ടെന്നത് നമ്മെ ഏവരെയും സന്തോഷിപ്പിക്കുന്ന നല്ലൊരു വാർത്തയാണ്. ഇന്ന് തിരുനാളിന് കൊടി കയറി വരുന്ന ദിവസങ്ങളിലെല്ലാം ആവേശത്തോടെ ഈ തിരുനാളിൻ്റെ സുന്ദരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ ഒരുങ്ങുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് ഈ യുവവിശുദ്ധൻ്റെ തിരുനാളിന് കൊടി കയറുന്ന ദിവസം പ്രത്യേകമായ ആവേശത്തോടും താല്പര്യത്തോടും കൂടി ഇന്ന് ഈ വർക്കിംഗ് ഡേയിൽ അധികം വൈകാത്ത ഈ സമയത്ത് നിങ്ങളെല്ലാവരും ഈ ദൈവാലയത്തിൽ ഒരുമിച്ച് കൂടുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഇടവകയിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തോളം നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ടവനായി ശുശ്രൂഷ ചെയ്ത ജോഷിയച്ഛൻ്റെ ജൂബിലി ആഘോഷത്തിൽ പങ്കുചേരാൻ കൂടിയാണ്. ജോഷിയച്ഛനെ കുഞ്ഞുനാളിൽ മുതൽ അറിയുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ജോഷിയച്ഛൻ്റെ വീട് കരുമാലൂർ പള്ളിയുടെ അടുത്താണ്. പള്ളിയുടെ അടുത്ത് വീടുള്ളവർ പള്ളിയിൽ നിന്ന് അകന്നു നിൽക്കുമെന്നൊക്കെ സാധാരണ പറയാറുണ്ട്. പക്ഷെ എല്ലാ ദിവസവും തൻ്റെ അപ്പച്ചനോടൊപ്പം, ദൈവാലയ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്ന അപ്പച്ചനോടൊപ്പം, പിന്നീട് ചാക്കപ്പൻ ചേട്ടനോടും ജോർജ് ചേട്ടനോടൊപ്പം ദൈവാലയത്തോട് ചേർന്ന് വളർന്ന ഒരു മകൻ പള്ളിയിൽ മണിയടിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ മതിയെന്നത് സാധ്യതയായിരിക്കെ വളരെ ഒരുക്കത്തോടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ബലിയർപ്പിക്കുകയും കുഞ്ഞുനാളിലെ മുതൽ പൗരോഹിത്യത്തെ തൻ്റെ ജീവിത ലക്ഷ്യമെന്നവണ്ണം കണ്ടു വളർന്ന ഒരു മകൻ. നാട്ടുകാരെല്ലാവരും അന്ന് പറയുമായിരുന്നു, ജോഷി അച്ഛനാകും, ജോഷി അച്ഛനാകുമെന്ന ജനസ്വരത്തെ തിരിച്ചറിഞ്ഞ തമ്പുരാൻ ജോഷിയെ തൻ്റെ കൂടെ കൂട്ടിയതിൻ്റെ 25-ാമത്തെ വർഷം, 24 വർഷം പൂർത്തിയാക്കി 25-ാമത്തെ വർഷം നമ്മൾ ആഘോഷിക്കുകയാണ്. 24 വർഷം നീണ്ടു നിന്ന തൻ്റെ പൗരോഹിത്യ ജീവിതം അർത്ഥവത്തായി ജീവിക്കാൻ കഴിഞ്ഞ ജോഷിയച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് ഇടവക സമൂഹത്തിൻ്റെ പേരിൽ, ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരുടെയും പേരിൽ ഈ രജത ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ ആശംസിക്കുകയാണ്. ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ കാലഘട്ടം നമ്മളൊക്കെ സുവിശേഷത്തിൽ വായിക്കാറുണ്ട്. ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടം ഈശോയെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കാൽവരി മലയിൽ തനിക്ക് വേണ്ടി ഉയർത്തപ്പെടുന്ന ബലിക്കല്ല്, കുരിശാകുന്ന ബലിക്കല്ല് മുന്നിൽ കണ്ടുള്ളൊരു യാത്രയാകുമ്പോൾ പോലും തൻ്റെ ജീവിതം, അഭിഷിക്തൻ്റെ ജീവിതം, മിശിഹായുടെ ജീവിതം അർത്ഥവത്തായി ആഘോഷിച്ചവനാണ് ഈശോ. തൻ്റെ പൗരോഹിത്യം, തൻ്റെ ശുശ്രൂഷ ജീവിതം, തൻ്റെ വിളി ആഘോഷിച്ചവൻ. 3 വർഷക്കാലത്തെ ജീവിതം എന്ന് പറയുന്നത് ഈശോയെ സംബന്ധിച്ച് കണ്ടുമുട്ടുന്നവരോടൊപ്പം സഞ്ചരിച്ചവൻ, അവരോട് തോളോട് തോൾ ചേർന്ന് നടന്നവൻ, അവരെ തന്നോട് ചേർത്ത് പിടിച്ചവൻ, ചുങ്കക്കാരെയും പാപികളെയും സമൂഹത്തിൻ്റെ അതിർവരമ്പുകളിൽ കഴിഞ്ഞവരെയൊക്കെ ചേർത്ത് പിടിച്ച് കൂടെ വളർത്തിയ ഒരു തമ്പുരാൻ്റെ ചിത്രമാണ് ഈശോ നമ്മുടെ മുന്നിൽ വയ്ക്കുക. എല്ലാവരെയും സ്നേഹിച്ച് കടന്നുപോയവൻ, എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയവൻ. ഈശോയെക്കുറിച്ച് അതാണ് സുവിശേഷത്തിൽ പറയുക, എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ ക്രിസ്തുവിൻ്റെ ചിത്രം. ഈ ഒരു ക്രിസ്തുവിൻ്റെ ചിത്രം, തൻ്റെ വിളി ജീവിച്ച ആഘോഷിച്ച ക്രിസ്തുവിൻ്റെ ചിത്രമാണ് ഈ ജോഷിയച്ഛനെ കുറിച്ച് ഓർത്തപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്നത്. ജോഷിയച്ഛൻ, he is a person who celebrates his priesthood. തൻ്റെ പൗരോഹിത്യം ആഘോഷിക്കുന്നൊരു പുരോഹിതൻ. അച്ഛൻ്റെ ഇടവകയിൽ
ഞാനായിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ ഓരോ ദിവസവും ആഘോഷമാണ്. ഓരോ ദിവസത്തെയും ബലിയർപ്പണം ഒരു ആഘോഷമാണ്. ഓരോ ക്രിസ്മസും ഈസ്റ്ററും അതുപോലെ ഓരോ ദിവസങ്ങളും നിങ്ങൾ കടന്നു പോകുന്നത് ഈ ദൈവാലയത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ആഘോഷത്തിലാണ്. ഈ അടുത്ത ദിവസം ഞാനും ജോഷിയച്ചനും ഒരുമിച്ച് കരുമാലൂർ ഇടവകയിൽ ഒരു ബലി അർപ്പിച്ചു. കരുമാലൂർ ഇടവകയിലെ തിരുനാളിൻ്റെ തലേ ദിവസം സാധാരണഗതിയിൽ അവരെഴുതി വയ്ക്കും ഇടവകയിലെ വൈദികർ. ഈ വർഷം ഞാനും ജോഷിയച്ചനുമാണ് ഉണ്ടായിരുന്നത്. ജോഷിയച്ചൻ വളരെ നേരത്തെ തന്നെ പള്ളിയിലേക്ക് വന്ന് പള്ളിയിലെ ഒരുക്കങ്ങളൊക്കെ നോക്കി കൊയറിനോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ച് അതിനുശേഷം മൈക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അവിടെ പ്രാർത്ഥിച്ച് ബലിയർപ്പിക്കാൻ പോയി. കുർബാന കഴിഞ്ഞപ്പോൾ കുർബാനയുടെ ഭാഗമായി ഇടവകയിൽ ഒരു കൊച്ചച്ഛൻ, പെരേപ്പാടനച്ഛൻ, അച്ഛന് നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹീസ് ഫുൾ ഓഫ് എനർജി. ഈ പള്ളിയിലേക്ക് വന്ന നിമിഷം മുതൽ അച്ഛൻ ഒത്തിരിയേറെ ഊർജം എല്ലാവർക്കും പങ്കുവച്ചിട്ടാണ് കടന്നു വന്നത്. ഹീ ഈസ് എ പേഴ്സൺ ഹു സെലിബ്രേറ്റ്സ് ഹിസ് പ്രീസ്റ്റ്ഹുഡ്. തൻ്റെ പൗരോഹിത്യം ആഘോഷിക്കുന്ന ഒരു പുരോഹിതൻ. ഈശോയെപ്പോലെ തൻ്റെ വിളി ആഘോഷിച്ച ഈശോയെപ്പോലെ തൻ്റെ പൗരോഹിത്യം ആഘോഷിക്കുന്ന, കണ്ടുമുട്ടുന്നവരോടൊപ്പം തൻ്റെ ജനത്തോടൊപ്പം ആഘോഷിക്കുന്ന, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ട് ആഘോഷിക്കുന്ന ഒരു പുരോഹിതൻ. ഇപ്രകാരം ഒരു ആഘോഷം സാധ്യമാകണമെങ്കിൽ തൻ്റെ വിളി തൻ്റെ ചങ്കിനോട് ചേർത്ത് വയ്ക്കാൻ, തൻ്റെ വിളിയെ സ്നേഹിക്കുന്നവനാകണം ഒരു പുരോഹിതൻ. തൻ്റെ വിളി എന്ന് പറയുന്നത് ഒരു ബൈ ചാൻസായി തൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഒന്നല്ല. തൻ്റെ വിളി എന്ന് പറയുന്നത് അത് തന്നോട് ചേർത്ത് വെച്ചൊരു ഏച്ചുകെട്ടലല്ല, ഒരു തൊങ്ങലല്ല, മറിച്ച് തൻ്റെ ഹൃദയത്തിൽ നിന്നുയരുന്ന ദൈവത്തിൻ്റെ സ്വരമാണെന്ന് തിരിച്ചറിയുന്നവർ മാത്രമാണ് തൻ്റെ പൗരോഹിത്യം തൻ്റെ ജീവിതത്തിൻ്റെ ആഘോഷമായി മാറ്റാൻ കഴിയുക. ജോഷിയച്ചനിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരം പൗരോഹിത്യത്തെ ആഘോഷിക്കുന്ന ഒരു പുരോഹിതനാണ്. അച്ഛൻ എഴുന്നേറ്റുള്ള പള്ളികളൊക്കെ നമുക്കറിയാം. അച്ഛൻ അസ്തേന്തിയായിട്ടിരുന്ന പള്ളികളൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ മറ്റൂർ കാലടി പള്ളിയിൽ, ടൗൺ കപ്പേളയിൽ ഇരുന്നിട്ടുണ്ട്. പിന്നീട് അച്ഛൻ കുന്നപ്പള്ളിശ്ശേരി പള്ളിയിലിരുന്നു. അവിടെ നിന്ന് തണ്ണീർമുക്കത്തേക്ക് പോയി, തണ്ണീർമുക്കത്ത് നിന്ന് മലയാറ്റൂർ വിമലഗിരിയിലേക്ക് വന്നു, അവിടെ നിന്ന് ഇവിടെ വന്നു. ഈ 25 വർഷത്തെ ജീവിതത്തിൽ ഏകദേശം ഒരു 20 വർഷക്കാലത്തോളം ഈ 4-5 പള്ളികളിലായിട്ട് തൻ്റെ ജീവിതം അച്ഛൻ സമർപ്പിക്കുമ്പോൾ തൻ്റെ പൗരോഹിത്യത്തെ അച്ഛൻ ആഘോഷിച്ചതുകൊണ്ട്, സ്നേഹത്തോടെ ചങ്കിനോട് ചേർത്ത് വെച്ചതുകൊണ്ട് അവിടെ നിന്നുള്ളൊരു മടങ്ങിപ്പോക്ക്, ഓരോ ഇടവകയിൽ നിന്നുള്ള മടങ്ങിപ്പോക്ക് അച്ഛന് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അവിടുത്തെ ജനത്തിനും അച്ഛനെ പോലെ തന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ചങ്ക് പറിച്ചെടുക്കുന്നത് പോലെയാണ് ഓരോ ഇടവകയിൽ നിന്ന് അച്ഛൻ തിരിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അച്ഛന് തല ഉയർത്തിപ്പിടിച്ച് ബോധ്യത്തോടെ, തൻ്റെ ഇടത്തോടെ താൻ മടങ്ങിപ്പോയ ഇടവകയിലേക്ക് തിരിച്ചു വരാനുള്ള ആത്മധൈര്യമുണ്ട് തൻ്റെ പൗരോഹിത്യം ആഘോഷിക്കുന്ന ഒരു പുരോഹിതൻ. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം, ഈശോ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ നല്ല ഇടയനാണെന്ന് ഈശോ പറയുമ്പോൾ അതോടൊപ്പം തന്നെ ഈശോ വയ്ക്കുന്ന 3 സാധ്യതകളുണ്ട്. ഒന്ന്, ഈശോ പറയും, ഞാൻ കൂലിക്കാരനല്ല. കൂലിക്കാരനായ ഇടയൻ എന്ന് പറയുന്നത് തനിക്ക് കിട്ടുന്ന കൂലിയുടെ വലിപ്പം കൊണ്ട് ആടുകളെ സ്നേഹിക്കുന്നവനാണ്. തനിക്ക് എന്ത് കിട്ടുമെന്നതിനനുസരിച്ച് ആടുകളെ ശുശ്രൂഷിക്കുന്ന ഒരിടയൻ. തനിക്ക് എന്ത് കിട്ടുമെന്ന് അളന്നു തൂക്കി ആടുകളെ ശുശ്രൂഷിക്കുന്ന ഒരിടയന് ഒരിക്കലും ആത്മാർത്ഥതയോടുകൂടി ആടുകളെ ശുശ്രൂഷിക്കാനാവില്ല. കൂലിക്കാരൻ്റെ മനസ്സിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ജോഷിയച്ചൻ ഒരു കൂലിക്കാരനായ ആയിരുന്നിട്ടില്ല. അച്ഛൻ തൻ്റെ ജീവിതത്തിൽ താൻ ആയിരുന്ന ഇടവകളിലെല്ലാം സമർപ്പണ ബോധ്യത്തോടുകൂടി, കൂലിയുടെ വലിപ്പം നോക്കാതെ, തനിക്ക് കിട്ടുന്നതെന്ന് ചിന്തിക്കാതെ സമർപ്പണ ബോധ്യത്തോടെ തൻ്റെ പൗരോഹിത്യം ജീവിക്കുന്ന ഒരു പുരോഹിതനാണ്. ഞങ്ങൾ ക്രിസ്മസ് ദിവസവും അല്ലെങ്കിൽ ഈസ്റ്ററിനൊക്കെ വീടുകളിൽ വന്ന് താമസിക്കാറുണ്ട്. ക്രിസ്മസ് ദിവസം വീട്ടിൽ താമസിച്ച് പിറ്റേ ദിവസം സാധാരണഗതിയിൽ ഇടവക പള്ളിയിൽ കുർബാന ചൊല്ലും. ഞാൻ രാവിലെ കുർബാനയ്ക്ക്, ക്രിസ്മസിൻ്റെ പിറ്റേന്ന് രാവിലെ കുർബാനയ്ക്ക് വരുമ്പോൾ ജോഷിയച്ചൻ അവിടെ പ്രതീക്ഷിക്കും. പക്ഷേ അവിടുത്തെ ചേട്ടൻ പറയും, ജോഷിയച്ചന് ഇടവകയിൽ ഒരു കുർബാനയുണ്ട്. രാവിലെ തന്നെ അച്ഛൻ വിട്ടുപോയി. അച്ഛൻ ഇടവകയിലെ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർത്തതിന്, അതിനാത്മാർത്ഥമായിട്ട് അച്ഛൻ ഇടവകയിൽ തന്നെ സമർപ്പിച്ചതിന് ശേഷമാണ് മറ്റു പരിപാടികളിലേക്ക് കടക്കുക. അത്രയേറെ ഇടവകയോട് ആത്മാർത്ഥതയുള്ളൊരു പുരോഹിതൻ. ഈശോ പറയും, ഞാൻ കള്ളനല്ല. കള്ളൻ എന്ന് പറയുന്നത് തൻ്റെ ആടുകളെ ചൂഷണം ചെയ്യുന്നവനാണ്. തൻ്റെ ആടുകളെ ഏതു വിധത്തിൽ തനിക്ക് വേണ്ടി വിനിയോഗിക്കാമെന്ന് ചിന്തിക്കുന്നവനാണ്. ജോഷിയച്ചനിലെ ഇടയൻ ഈശോയിലെ ഇടയനെ പോലെ ഒരു കള്ളനായ ഇടയനല്ല. ആടുകൾക്ക് വേണ്ടി ജീവിക്കാൻ, ആടുകൾക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകുന്ന ഒരിടയ ദൗത്യത്തിൻ്റെ പുരോഹിതൻ.
തൻ്റെ ജീവിതത്തിൽ അച്ഛൻ്റെ ആഘോഷങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഓരോ ദിവസവും ആഘോഷിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ആഘോഷങ്ങൾക്കെല്ലാം ഒരു ചിട്ടയും ക്രമവും അതിൻ്റേതായ രീതികളുമുണ്ട്. ഏതിടവകയിലേക്ക് അച്ഛൻ കടന്നു ചെല്ലുമ്പോഴും അവിടെ ഒരു കുർബാന ചെല്ലാൻ വരാൻ, അവിടെ നിന്ന് ഞാൻ ഈ ഇടവകയിൽ ഒത്തിരിയേറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടേക്ക് കടന്നു വരിക എന്നുള്ളൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഇവിടെ ജോഷിയച്ഛനെ നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ സ്വന്തമായി സ്നേഹിക്കുന്നത് കൊണ്ട്, എല്ലാ കാര്യങ്ങളിലും ഇവിടുത്തെ ജനത്തോടൊപ്പം അച്ഛൻ നീങ്ങുന്നത് കൊണ്ട് ഇടവകയിലെ കാര്യങ്ങളുടെ നന്മയിലുള്ളൊരു നടത്തിപ്പുണ്ട്. ഈ നടത്തിപ്പ് സാധ്യമാകുന്നത് ആടുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നിലകൊള്ളുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈശോ പറയും, ഞാൻ നല്ല ഇടയനാണ്. എനിക്കിന്ന് പറയാൻ കഴിയും, ജോഷിയച്ഛൻ നല്ലൊരിടയനാണ്. ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവിതം നൽകാൻ മനസ്സുള്ള, ആടുകൾക്ക് വേണ്ടി തൻ്റെ സമയവും തൻ്റെ കഴിവുകളും തമ്പുരാൻ നൽകിയിട്ടുള്ളതെല്ലാം നൽകാൻ കഴിവുള്ള ഒരു നല്ല ഇടയൻ ജോഷിയച്ഛൻ. ജോഷിയച്ഛന് ജൂബിലിയുടെ മംഗളങ്ങൾ നമ്മളെല്ലാവരും ഇന്ന് നേരുകയാണ്. ദി കത്തീഡ്രൽ എന്ന പേരിൽ റെയ്മണ്ട് കാർവാർ എഴുതിയ മനോഹരമായൊരു ചെറുകഥയുണ്ട്. ഈ ചെറുകഥയിൽ അദ്ദേഹം വിവരിക്കുന്ന ഒരു പുരോഹിതനെ കുറിച്ചാണ്. വൃദ്ധനായൊരു പുരോഹിതൻ, ഒരു ആദിവാസി ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു പുരോഹിതൻ. ആ ഇടവകയ്ക്ക് വേണ്ടി ഒരു മെഴുതിരി പോലെ കത്തിയെരിഞ്ഞ് ഇല്ലാതായി തീർന്നൊരു പുരോഹിതൻ. പക്ഷെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിനൊരാഗ്രഹമുണ്ട്, ഈ ഇടവകയിൽ ഒരു പള്ളി പണിയണം. അച്ഛൻ കഷ്ടപ്പെട്ട് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് തെണ്ടിപ്പെറുക്കി എന്നവണ്ണം അവിടെ ഒരു ദൈവാലയം പടുത്തുയർത്തി. മനോഹരമായ ഒരു കൊച്ചു ദൈവാലയം പടുത്തുയർത്തി. ഈ ദൈവാലയം പടുത്തുയർത്തി അതിൻ്റെ വെഞ്ചിരിപ്പൊക്കെ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അച്ഛൻ തന്നെ ദൈവാലയത്തിലിരുന്നു കൊണ്ട് കാനോന നമസ്കാരം പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ അവിടെ മരിച്ചു വീണു. ഈ അച്ഛനെ ആ ദൈവാലയത്തിൻ്റെ അൾത്താരയ്ക്ക് ചേർത്ത് അച്ഛനെ അടക്കം ചെയ്തു. അലങ്കാരങ്ങളില്ലാത്ത ഒരു കല്ലറയിൽ അച്ഛനെ അടക്കം ചെയ്തു. എന്നിട്ട് ആ കല്ലറയുടെ മുന്നിൽ അവരിങ്ങനെ കോറിയിട്ടു. തൻ്റെ ജീവിതം ബലിയാക്കി മാറ്റിയ, തൻ്റെ ഹൃദയം അൾത്താരയാക്കി മാറ്റിയ ഒരു പുരോഹിതൻ വീണ്ടും ഉണരുന്നതിന് വേണ്ടി ഇവിടെ ഉറങ്ങുന്നു. ഒരു പുരോഹിതനെ കുറിച്ച് ആ നാട്ടിലെ ജനങ്ങൾ എഴുതി വെച്ച വാക്കുകളാണ്. തൻ്റെ ജീവിതം ഒരു പുരോഹിതന് ബലിയർപ്പണമാക്കി മാറ്റണമെങ്കിൽ, തൻ്റെ ഹൃദയം ഒരു പുരോഹിതന് അൾത്താരയാക്കി മാറ്റാൻ കഴിയണമെങ്കിൽ, വീണ്ടും ഒരു കൊച്ചു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, അവൻ ക്രിസ്തുവിനോടൊപ്പം പടുത്തുയർത്തണം. ഫ്രാൻസിസ് അസീസിയും ലയോയും ചേർന്ന് സാൻ ദാമിയാനോയിലെ ഒരു പള്ളി പണിയാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. സാൻ ദാമിയാനോ പള്ളി പണിയുക എന്നത് ഭാരിച്ചൊരു ഉത്തരവാദിത്തം. കൊടും തണുപ്പിൽ ഇവർ രണ്ടുപേരും ചേർന്ന് പണിയുകയാണ്. പണി ഇങ്ങനെ കടുത്തു വന്നപ്പോൾ ലിയോ ഫ്രാൻസിസ് അസീസിയോട് ചോദിക്കും, നമ്മൾ രണ്ടുപേരും മാത്രമല്ല പണിയാൻ, നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് ഇത് എങ്ങനെ പടുത്തുയർത്തും? ഫ്രാൻസിസ് അസീസി പറയും, നമ്മൾ രണ്ടുപേരും മാത്രമല്ല, അവനും നമ്മുടെ കൂടെയുണ്ട്, ക്രിസ്തുവും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ 3 പേരും ചേർന്നാണ് ഈ പള്ളി പണിയുന്നത്. ക്രിസ്തുവിൻ്റെ അൾത്താരയായി, ക്രിസ്തുവിന് വേണ്ടി ബലിയർപ്പിക്കാൻ തൻ്റെ ജീവിതം ഒരു പുരോഹിതൻ അൾത്താരയാക്കി മാറ്റാൻ കഴിയണമെങ്കിൽ, തൻ്റെ ഹൃദയം അൾത്താരയാക്കി മാറ്റാൻ കഴിയണമെങ്കിൽ, തൻ്റെ ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ കഴിയണമെങ്കിൽ, ഇന്നത്തെ ഈ വെല്ലുവിളികൾ നിറഞ്ഞ ലോകത്തിൽ അവനും കൂട്ടിനുണ്ടാകണം. ജോഷിയച്ഛൻ പടുത്തുയർത്തുന്നത് ഈശോയുടെ കൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഈശോയുടെ കൂടെ കൂടുതൽ പടുത്തുയർത്താൻ, കൂടുതൽ ഇടവകളിലേക്കും കൂടുതൽ ദൈവജനത്തിലേക്കും നന്മയുടെ വെളിച്ചമായി പറന്നിറങ്ങാൻ അച്ഛൻ ഇനിയും കഴിയട്ടെ എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ അച്ഛന് എല്ലാവിധ ആയുരാരോഗ്യം നൽകി ഈ ജൂബിലിയുടെ ഒരു വർഷം സുന്ദരമായ അനുഭവങ്ങളുടെ വർഷമാക്കി താൻ കണ്ടുമുട്ടുന്നവർക്കും താൻ ഇടപെടുന്നവർക്കും സ്നേഹത്തിൻ്റെ നന്മയാക്കി മാറ്റാൻ തമ്പുരാൻ അച്ഛൻ്റെ കൂടെയുണ്ടാകട്ടെ. ഈശോയോടുകൂടെ ജീവിതം പടുത്തുയർത്താൻ, ഈശോയോടുകൂടെ പള്ളി പണിയാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. ജോഷിയച്ഛൻ നമുക്കതിന് പ്രചോദനമാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.